ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പപ്പടം തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. തേങ്ങാ ചമ്മന്തി ഇഷ്ടമില്ലാത്തവർ ആരല്ലേ ഉണ്ടാവുക. അപ്പോൾ തേങ്ങാ ചമ്മന്തി തയ്യാറാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പപ്പടം കൂടെ ചേർത്തിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചമ്മന്തി നമുക്ക് തയ്യാറാക്കാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തിയും ഒരു തോരനും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തേങ്ങാ ചമ്മന്തി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ചുവന്നുള്ളിയാണ്. 10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചുവന്നുള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സൈസിലുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 6 വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വറ്റൽ മുളകൊക്കെ എടുക്കാം. പിന്നെ പുളി ചേർത്ത് കൊടുക്കണം. പുളി ഞാൻ ഇവിടെ ഈ ഒരു സൈസിലുള്ള പുളിയാണ് ചേർക്കുന്നത്. അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, പപ്പടത്തിലും ഉപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് മാത്രം ചേർത്തിട്ട് ലാസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. അത് പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. പിന്നെ അരച്ചെടുക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, ഒരു കളറിന് വേണ്ടിയിട്ട്. എരിവൊന്നും കൂടുകയൊന്നും ചെയ്യില്ല. അപ്പം നിങ്ങളും അതൊന്നും മറക്കാതെ ചേർത്ത് കൊടുക്കണം, 1/2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഞാനിവിടെ ചെയ്തതുപോലെ അല്ലാതെ വറ്റൽമുളകും ചുവന്നുള്ളിയും ഇഞ്ചിയൊക്കെ ഓയിലിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തേങ്ങയിലേക്ക് ചേർത്തിട്ട് അരച്ചെടുക്കാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാനിവിടെ ആദ്യം ഇതൊന്നും വഴറ്റിയെടുക്കാതെയാണ് അരച്ചെടുക്കുന്നത്. അതിന് ശേഷമാണ് ഇതൊക്കെ വഴറ്റിയെടുക്കുന്നത്. ഇനി നമുക്ക് പപ്പടം ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. പപ്പടം ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണുള്ളത്. 7 പപ്പടമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പപ്പടം അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ വെളിച്ചെണ്ണയിലാണ് ബാക്കി കാര്യങ്ങളും ചെയ്യേണ്ടത്. ആവശ്യമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1-2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നാൽ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാ ചമ്മന്തി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഇത് കൂടുതൽ സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് പപ്പട കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. 1-2 സെക്കൻഡിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പപ്പടം ഇതിലും ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടാണ് ചേർക്കുന്നതെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി 1 തണ്ട് കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പപ്പടം തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്